നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ പത്രങ്ങളിൽ വന്ന 4 വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ തൊഴിൽ മേഖല, പ്രത്യേകിച്ച് ഗവൺമെൻറ് മേഖലയിലെ സെക്ടറുകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ, നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഉദരരോഗ വിഭാഗം ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. 3 വർഷം. ഞാൻ ആ വാർത്തകളെല്ലാം കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഷെയർ ചെയ്യാം, നിങ്ങളൊന്ന് വിശദമായിട്ട് നോക്കൂ. ഒരു ഡോക്ടർ മാത്രമാണ് 3 വർഷങ്ങളായിട്ടുള്ളത്. PSC വഴി ഇപ്പോൾ നിയമനം നടക്കുന്നില്ല. മറ്റു പല ലിസ്റ്റുകളും എന്ന പോലെ പേരിന് മാത്രം നിലനിൽക്കുകയും ഇഫക്റ്റീവ്ലി ഡെഡ് ആയിട്ടിരിക്കുകയുമാണ് അവിടത്തേക്കുള്ള PSC ലിസ്റ്റും. സോ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരാളാണ് ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത്, ഒരേ ഒരു ഡോക്ടർ. 250 ഒരുപാട് രോഗികൾ വരുന്നുണ്ട്, അതുകൊണ്ട് വളരെയധികം തിരക്കാണ്. ഈ ഡോക്ടർ ഒരു ദിവസം ലീവ് എടുത്താൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം മൊത്തം നിലയ്ക്കുന്നൊരവസ്ഥയാണ്. ഇതെവിടെയാണ്? മെഡിക്കൽ കോളേജിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നതെന്ന് ഓർക്കണം. ഒരാളെ കൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ, അതും ഇത്രയും രോഗികളെ നോക്കുമ്പോൾ ഒബ്വിയസ്ലി മനുഷ്യനാണ്, എഫിഷ്യൻസി കുറയാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് ഒരേ എഫിഷ്യൻസിയിൽ യന്ത്രം പോലെ എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. ക്വാളിറ്റി ഓഫ് കെയർ ഡിപ്പാവും. സോ പേഷ്യൻസിനെ സംബന്ധിച്ചും ആ ഒരു ഇൻഡിവിജ്വൽ ഡോക്ടറെ സംബന്ധിച്ചും ഒരു നീതികേടാണ് അവിടെ നടക്കുന്നത്. വേണ്ടത്ര ആളുകൾ, വിത്തൗട്ട് ആഡിക്വേറ്റ് പേഴ്സണൽ, ഇഫ് യു ആർ ട്രൈങ് ടു റൺ എ സിസ്റ്റം, എഫിഷ്യൻസി വിൽ കം ഡൗൺ ആൻഡ് സൂണർ ഓർ ലേറ്റർ പ്രോബ്ലംസ് ആർ ഗോയിങ് ടു ഓക്കർ. അക്യൂട്ട് പ്രോബ്ലംസ് നമുക്ക് കണ്ടില്ലെങ്കിൽ പോലും ഒരു ക്വാളിറ്റി ഷോർട്ടേജ്, ക്വാളിറ്റി ഡിപ്പ് എന്നുള്ളത് ഒബ്വിയസ്ലി വ്യക്തമാണ്. അപ്പോൾ ഇതൊരു ശരിയായ നടപടിയല്ല. ആർക്കും, രോഗികൾക്കും ഡോക്ടർമാർക്കും സിസ്റ്റത്തിനും നല്ലതല്ല ഇത്. PSC ലിസ്റ്റ് പിന്നെ എന്തിനാണ്? ആവശ്യത്തിന് ആളുകളെ നിയമിക്കാനല്ലെങ്കിൽ എന്തിനാണ് PSC ലിസ്റ്റ്? താൽക്കാലിക നിയമനം ശ്രമിച്ചു, അതും കാര്യമായിട്ട് നടന്നില്ല. അല്ലെങ്കിൽ താൽക്കാലിക നിയമനം അല്ല ഇതിനൊരു പരിഹാരം. PSC ലിസ്റ്റ് വഴി തന്നെയാണ് നിയമനം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആഡിക്വേറ്റ് പേഴ്സണൽ ഇല്ലാത്ത അവസ്ഥയുടെ ഒന്നാമത്തെ ഉദാഹരണം. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പോലീസുകാരൻ കഴിഞ്ഞ ആഴ്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വാർത്ത നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഷെയർ ചെയ്യാം. സ്വന്തം അമ്മയുടെ ശസ്ത്രക്രിയയ്ക്കായിട്ട് 3 തവണയായിട്ട് ലീവ് അപേക്ഷിച്ചിട്ടും കിട്ടാത്തതിനാലാണ് അതിൻ്റെ മാനസിക സമ്മർദ്ദവും വേണ്ടത്ര തൻ്റെ വീട്ടിനും അല്ലെങ്കിൽ ഒരു മകൻ നിലയിലും വേണ്ടത്ര കടമകൾ തനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ദുഃഖവും കൊണ്ടായിരിക്കാം അദ്ദേഹം അതിന് ശ്രമിച്ചത്. അപ്പോൾ ആവശ്യത്തിന് ലീവ് എന്നുള്ളത് ഒരു ജോലിക്കാരൻ്റെ അവകാശമല്ലേ? ഒരു ന്യായമായ കാര്യത്തിന് വീണ്ടും വീണ്ടും ലീവ് അപേക്ഷിക്കുമ്പോഴെങ്കിലും അത് കൊടുക്കേണ്ടതല്ലേ? ആവശ്യത്തിന് ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ ലീവ് കൊടുക്കാത്തത്? അതോ അധികാര മനോഭാവമാണോ? അതോ ഒരു സുപ്പീരിയർ ഓഫീസർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ നിഷേധിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ചിന്താഗതിയാണോ? അപ്പോൾ ഉള്ള ജോലിക്കാർ തന്നെ, ആവശ്യത്തിന് ജോലിക്കാരില്ല ഏത് സെക്ടറിലാണെങ്കിലും. നമ്മുടെ കോടതികൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് കേസുകളും അല്ലെങ്കിൽ അതത് സ്ഥലത്തെ ഫംഗ്ഷനിങ് എന്നുള്ള കാര്യങ്ങൾ കെട്ടിക്കിടക്കുന്നതിനെ കുറിച്ച് നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. അപ്പോൾ വേണ്ടത്ര പേഴ്സണൽ ഇല്ല, ഉള്ള പേഴ്സണലിന് തന്നെ വേണ്ടത്ര റെസ്റ്റോ ആവശ്യത്തിനുള്ള കാര്യങ്ങളോ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇത് രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. ആവശ്യത്തിന് ആളുകളില്ലാതെ വരുന്നതാണ് ഉള്ള ആളുകൾക്ക് ആവശ്യത്തിന് വിശ്രമവും ഒക്കെ കിട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ ലീവോ അവരുടേതായ അവകാശങ്ങൾ കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം. ആവശ്യത്തിന് ആളുകൾ ഉണ്ടെങ്കിലും മേലധികാരികളുടെ ചില മനോഭാവങ്ങൾ കാരണം ഇത് സംഭവിക്കാം. സോ ഇറ്റ്സ് നോട്ട് ദ ഓൺലി റീസൺ, ഇറ്റ്സ് വൺ ഓഫ് ദ റീസൺസ് അല്ലേ? ഇപ്പോൾ 2 കാര്യങ്ങൾ: നോട്ട് ആഡിക്വേറ്റ് പേഴ്സണൽ, ദ പേഴ്സണൽ നോട്ട് ബീങ് ട്രീറ്റഡ് ഹ്യൂമാനിറ്റേറിയൻലി. തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിതരണക്കാർ, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിതരണം ചെയ്യുന്ന, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉൾപ്പെടെയുള്ള ഒരു വിതരണം ചെയ്യുന്നവർ 156-158 കോടിയോ എത്രയോ രൂപ കുടിശ്ശിക, ഞാൻ ന്യൂസ് ഷെയർ ചെയ്യാം, കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊണ്ട് അത് ഇതുവരെ കൊടുത്ത് തീർക്കാത്തത് കൊണ്ട് വിതരണം നിൽക്കുകയും ഉപകരണങ്ങൾ തിരിച്ചെടുക്കുകയും ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ ഇതിന് 10 ദിവസത്തെ അവകാശം ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട പേയ്മെൻറ്റ് ചെയ്യണം. അത് ഏറ്റവും ചെറിയ തലത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും ഏറ്റവും ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇറ്റ് ഇസ് നത്തിങ് ഓൺലി ഫ്രീ ലഞ്ച് എന്നുള്ളതാണ് പറയുക. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് തന്നെ ആവശ്യത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു ഹെൽത്ത് സെക്ടർ പോലെ ഒരു പ്രധാന മേഖലയിൽ എവിടെയാണെങ്കിലും അത് കറക്റ്റായിട്ട് കുടിശ്ശികൾ കൊടുത്തു തീർക്കണം. ഹെൽത്ത് സെക്ടർ പോലെ ഒരു വളരെ പ്രധാന മേഖലയിൽ, അത് മെഡിക്കൽ കോളേജ് പോലെ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ആവശ്യത്തിലുള്ള സർവീസസ് അല്ലെങ്കിൽ സാധനങ്ങൾ അവൈൽ ചെയ്തിട്ട് കുറേ കാലങ്ങളായി അതിൻ്റെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ്. ഇങ്ങനെ വന്ന് അവരത് തിരിച്ചെടുക്കുമ്പോൾ അവരെ കുറ്റം പറയാനായിരിക്കും നമുക്ക് പൊതുവെ താല്പര്യം. ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്താൽ അത് അവരുടെ പ്രൊഫഷനാണ്, അവരത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സർക്കാരിനാണ് അത് കൊടുക്കുന്നത്, സർക്കാർ സംവിധാനത്തിനാണ്. അത് തിരിച്ച് റീപേ ചെയ്യേണ്ട ചുമതല, ധാർമ്മികവും നൈതികവുമായ ചുമതല സർക്കാർ സംവിധാനത്തിനുണ്ട്. സോ നോട്ട് ആഡിക്വേറ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, നോട്ട് ആഡിക്വേറ്റ് പേഴ്സണൽ, ദ പേഴ്സണൽ നോട്ട് ഗെറ്റിംഗ് ആഡിക്വേറ്റ് റെസ്റ്റ് ആൻഡ് നോട്ട് ആഡിക്വേറ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഇതൊരു മേഖലയിലെ കാര്യമല്ല, പലയിടത്തുമുണ്ട്. ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഫണ്ടിൻ്റെ വളരെയധികം കുറവ് കാണുമ്പോഴും മറുഭാഗത്ത് പലയിടങ്ങളിലും ഒരുപാട് വെള്ളാനകൾ ഫണ്ട് തിന്ന് തീർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലോക്പാൽ മെമ്പേഴ്സിന് BMW കാർ വേണം എന്നുള്ളൊരു വാർത്ത 2 ദിവസം മുമ്പ് പത്രത്തിൽ കണ്ടത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും വിചാരിക്കണം. ലോക്പാലുകാർ എത്ര വർഷങ്ങളായിട്ട് അവർക്ക് ലഭിച്ച കേസുകൾ, അതിലവർ തീർപ്പാക്കിയ കേസുകളെക്കുറിച്ച് 1-2 പോസ്റ്റുകൾ കണ്ടു. ശരി തന്നെയാണെന്ന് വിചാരിക്കണം. ഞാൻ നെറ്റിലൊക്കെ 1-2 ക്രോസ് ചെക്ക് ചെയ്തു. അത് ശരിയാണെങ്കിൽ വളരെ ചെറിയ ശതമാനം കേസുകൾ മാത്രമാണ് അവരത് സ്വീകരിച്ചിട്ട് തന്നെയുള്ളത്. ബാക്കി വലിയൊരു വിഭാഗം ഫോർമാറ്റ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് നിരാകരിക്കുകയാണ് ചെയ്തത്.
ഇനി സ്വീകരിച്ചിട്ടുള്ള കേസുകളിൽ തന്നെ വളരെ ചെറിയ നമ്പറിലാണ് അവർ വിധി കൽപ്പിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിൽ അനേകം വെള്ളാനകളിൽ ഒന്നുകൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു ഉദ്ദേശത്തോടുകൂടി വന്ന ലോക്പാൽ എന്ന സിസ്റ്റം ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഒരുപാട് ശമ്പളവും സൗകര്യങ്ങളും ഒന്നും പോരാഞ്ഞ് ഇപ്പോൾ BMW കാർ ഉൾപ്പെടെയുള്ള അലവൻസസ് ആണ് ചോദിക്കുന്നത്. ഏതൊരു ജോലിയിലും അതിനാവശ്യമായ കാര്യങ്ങൾ കൊടുക്കാം, റിസോഴ്സ് ലിമിറ്റേഷൻ വേണ്ട, പക്ഷേ ലക്ഷറി ആവരുത്. സോ ഒരു വശത്ത് ഫണ്ട് കിട്ടാത്തൊരവസ്ഥയും മറുവശത്ത് ധൂർത്തും നടക്കുന്ന ഒരു പ്രവണത എല്ലാ തലങ്ങളിലും കാണുന്നുണ്ട്. വേണ്ടത്ര ആളുകൾക്ക് വേണ്ടത്ര റെസ്റ്റും വേണ്ടത്ര വർക്ക് ചെയ്യാനുള്ള സാഹചര്യവും വേണ്ടത്ര ഫിനാൻഷ്യൽ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എഫിഷ്യൻസി ഉണ്ടാവുകയുള്ളൂ, അല്ലേ? മനോഭാവം ഉൾപ്പെടെ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങളെ 3 ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറഞ്ഞു തന്നതാണ്. ഇനി 4ാമത്തെ കാര്യം, നമ്മുടെ മല്ലിക സാരാഭായ് ഇന്നലെ പറഞ്ഞത് വായിച്ചല്ലോ, കലാമണ്ഡലത്തിലെ അവസ്ഥ. അവിടെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടി നിയമങ്ങൾ കാരണം എഫിഷ്യൻസി കുറയുന്നു. നേരാമണ്ണം ജോലി ചെയ്യാൻ അറിയുന്നവർ, കമ്പ്യൂട്ടർ ശരിക്കും പ്രവർത്തിപ്പിക്കാനോ ആവശ്യമായ ബേസിക് കാര്യങ്ങളോ ചെയ്യാൻ അറിയുന്നവർ പോലുമല്ല പലരും എന്നാണ് വളരെ ദുഃഖത്തോടെ അവർ പറയുന്നത്. ഇതിൽ അവർ അവസാനം പറയുന്നുണ്ട്, ഇന്നലത്തെ പത്രത്തിലുണ്ട്, നിങ്ങൾ പാർട്ടിക്കാരെ നിയമിച്ചോളൂ, പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അറിയുന്ന, കാര്യശേഷിയില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിവരമുള്ളവരെ നിയമിക്കൂ, കഴിവുള്ളവരെ നിയമിച്ചാൽ ഏത് പാർട്ടിക്കാരായാലും കുഴപ്പമില്ല എന്നവർ പറയുന്നുണ്ട്. അവരുടെ ഒരു അവസ്ഥയിൽ അത് ഓക്കെ, ആ നിസ്സഹായാവസ്ഥയിൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇവിടെ 2 രീതിയിലുള്ള സ്വജനപക്ഷപാതം വരാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ കഴിവില്ലാത്ത ആളുകളെ പാർട്ടി കേഡറിൽ നിയമിക്കുന്ന ഒബ്വിയസ് ആയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള സ്വജനപക്ഷപാതം. ഇനി 2ാമത്തെ അവർ പറയുന്നുണ്ട് കഴിവുള്ളവരാണെങ്കിൽ ഏത് പാർട്ടിയും ആയിക്കോട്ടെ എന്ന്. വ്യക്തിപരമായിട്ട് എനിക്കതിനോട് യോജിപ്പില്ല. അതും സ്വജനപക്ഷപാതം തന്നെയാണ്. ഒരേ കഴിവുള്ള 2ഓ അതിലധികമോ ആൾക്കാരിൽ നിന്ന് പാർട്ടി അനുഭവം ഉള്ളതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ പാർട്ടി അനുഭവം ഉണ്ടെന്നുള്ള പ്രധാന കാരണത്താൽ ഒരാൾക്ക് മുൻഗണന കിട്ടുന്നുണ്ടെങ്കിൽ അത് നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം തന്നെയാണ്. ഇതിനർത്ഥം ആ വ്യക്തിക്ക് കഴിവില്ല എന്നുള്ളതല്ല. ആ വ്യക്തിക്ക് കഴിവുണ്ടായിരിക്കാം, അയാൾ ചിലപ്പോൾ നന്നായി ജോലി ചെയ്യുമായിരിക്കാം. പക്ഷേ അയാളോടൊപ്പമോ അല്ലെങ്കിൽ അയാളെക്കാൾ നല്ലയോ അയാളെക്കാൾ അധികമോ കഴിവുള്ള ഒരാൾക്ക് പാർട്ടി സ്ഥാനാർത്ഥിയല്ല, പാർട്ടി അനുഭാവിയല്ല, അല്ലെങ്കിൽ പാർട്ടി കുടുംബങ്ങളിൽപ്പെട്ട ആളല്ല എന്നുള്ള പേരിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിയമനം നിഷേധിക്കപ്പെടുമ്പോൾ അത് നെപ്പോട്ടിസമാണ്. അപ്പോൾ ആളുകൾക്ക് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, കഴിവുള്ളവരിൽ തന്നെ പാർട്ടി മാനദണ്ഡ പ്രകാരം സെലക്ഷൻ നടത്തുമ്പോൾ അത് നെപ്പോട്ടിസം തന്നെയാണ്. നെപ്പോട്ടിസം കൊട്ടിക്കുത്തി വാഴുന്നു എന്നുള്ളത് സാമാന്യമായിട്ട് നമ്മുടെ പത്രങ്ങളും മീഡിയയും ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും അറിയാൻ കഴിയുന്ന കാര്യമാണ്. വേക്കൻസികൾ വരുമ്പോൾ പാർട്ടി നേതാക്കൾക്ക് ഇത്ര വേക്കൻസി ഉണ്ട്, വേണ്ടത്ര പാർട്ടി അണികളെ നിർദ്ദേശിക്കൂ എന്ന് പറഞ്ഞ് തുറന്ന കത്ത് കൊടുക്കുന്ന രീതിയിലേക്ക് വരെ ഇത് എത്തിയിട്ടുണ്ട്. ഞാൻ ഏത് സംഭവമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തുണ്ടായ ഒരു സംഭവമാണ്. പത്രവാർത്തകൾ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ജോലി മേഖലയിൽ, നമ്മുടെ സെക്ടേഴ്സിൽ വരുന്ന 4 കാര്യങ്ങളെ കഴിഞ്ഞ ഒരാഴ്ചകളിലുണ്ടായ 4 സംഭവങ്ങൾ വെച്ച് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞാണ്. സോ എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ, വേണ്ടത്ര സർവീസ് ക്വാളിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് ആവശ്യത്തിന് ആളുകളെ നിയമിക്കുക. അത് PSC നിയമനം നടത്തുക. പാർട്ടിക്കാരെയോ വേറെ ഇഷ്ടപ്പെട്ടവരെയോ തിരികെ കയറ്റാനുള്ള താൽക്കാലിക നിയമനമല്ല വേണ്ടത്. PSC ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട്. വലിയ ശമ്പളം കൊടുത്ത് നമ്മൾ PSC ബോർഡ് എന്നുള്ളൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളൊരു വെള്ളാനെ തീറ്റി പോറ്റുന്നുണ്ട്. അവരവരുടെ ജോലി ചെയ്യാൻ തയ്യാറാവണം. അവർ ലിസ്റ്റ് സമയത്ത് പ്രസിദ്ധീകരിക്കുകയും പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ നിന്ന് സമയത്ത് ആളുകളെ പോസ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ്റും തയ്യാറാവണം. വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ തുക നമ്മുടെ ഗവൺമെൻറ് ചെലവഴിക്കുന്നുണ്ട്. അതിനൊപ്പം ഈ അത്യാവശ്യ കാര്യത്തിനും കൂടി കുറച്ച് സമയവും സൗകര്യവും നീക്കി വയ്ക്കുക എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വരികയാണ്. ജനപ്രിയ തീരുമാനങ്ങൾ ഒരുപാടുണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ കെട്ടിക്കിടക്കുന്ന PSC ലിസ്റ്റുകളിൽ അർഹമായ വേക്കൻസികളെങ്കിലും നിയമനം നടത്തുക എന്നുള്ളൊരു ഒരു കടമ നിർവഹിക്കുക. ഇനി അതൊരു കടമയായിട്ട് കാണാമെങ്കിൽ ഒരു സന്മനസ്സായിട്ടെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും ചെയ്യുക എന്ന് മാത്രമാണ് ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാറുള്ളൂ. ഇലക്ഷൻ അടുക്കുമ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന് മാത്രം പറയുന്നു. ഒരു പൗരനെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെൻറ് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വേണ്ടത്ര ആളുകൾ വേണം, ആളുകൾക്ക് വേണ്ടത്ര വർക്കിംഗ് കണ്ടീഷൻസ് വേണം. അവരെ കൺജസ്റ്റഡ് ആക്കി വർക്ക് പ്രഷറിൽ ലോഡ് ചെയ്യരുത്. അവർക്ക് മാനസികമായും ശാരീരികമായും ഒരു ഡിസ്ട്രോട്ട് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കരുത്. അത് 3ാമത്തെ കാര്യം, വേണ്ടത്ര ഫൈനാൻഷ്യൽ സപ്പോർട്ട്. വേണ്ടത്ര ഫണ്ടോ കാര്യങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. പൈസ വേണ്ട കാര്യങ്ങളിൽ പൈസ തന്നെ വേണം. അതുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുകയും വേണം. പക്ഷേ ഫണ്ട് വേണം എന്നുള്ളൊരു സത്യം തന്നെയാണ്. വേണ്ടത്ര ഫണ്ടുകൾ സമയത്ത് കൊടുക്കുക, കുടിശ്ശികൾ കൊടുത്തു തീർക്കുക. പിന്നെ 4ാമതായിട്ട് നെപ്പോട്ടിസം ഉപേക്ഷിച്ച് മെറിറ്റുള്ള ആളുകളെ നിയമിക്കുക. അപ്പോൾ 4 പ്രശ്നങ്ങൾ, നമ്മുടെ ജോലി മേഖലയെ ബാധിക്കുന്ന 4 പ്രശ്നങ്ങൾ. ഇത് ഇനിയും മുൻപ് വായിച്ച പല വാർത്തകളും ഇനി നമ്മൾ കാണാൻ പോകുന്ന പല വാർത്തകളും ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഇത് ഒരു മേഖലയിൽ മാത്രം ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല, പലയിടത്തുമുള്ളൊരു കാര്യമാണ്. നല്ല സർവീസസ് എഫിഷ്യൻ്റായിട്ട് ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏത് സെക്ടർ, പ്രൈവറ്റ് ആണെങ്കിൽ അവരുടെയോ കടമയാണ്. അത്തരത്തിലൊരു മിനിമം ലെവലിൽ ക്വാളിറ്റി കിട്ടുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. ഈ ഒരു അവകാശത്തെക്കുറിച്ച് പൗരന്മാരും ആ ഒരു ധർമ്മത്തെക്കുറിച്ച് ഭരണകൂടവും അല്ലെങ്കിൽ ബാക്കി സിസ്റ്റംസും അവെയർ ആവുകയും അത് അവർ ചെയ്തു തീർക്കുകയും ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഈ 4 പോയിൻറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുക. താങ്ക് യു.